ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് ഉള്ളിച്ചോറാണ്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വറ്റൽമുളക് നമ്മൾ എടുത്തിട്ടുണ്ട്, അതൊന്ന് പൊടിച്ച് മാറ്റി വെക്കും. അപ്പം അടുത്തത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചുവന്നുള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ കല്ലിലെ മുളക് നമ്മളൊന്ന് ചതച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതാണ് അതിലെ മുളകിൻ്റെയൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ അടുത്തത് നമ്മൾ ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉള്ളിച്ചോറ് തയ്യാറാക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ നല്ല ചൂടായി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലതായിട്ട് വഴണ്ട് നല്ലൊരു കളറ് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ചോറിട്ട് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മളൊരു 3 അല്ലി വാളംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം വാളംപുളിയും പിന്നെ നേരത്തെ ചതച്ച് വെച്ചിരുന്ന വറ്റൽ മുളകും കൂടെ ചേർത്ത് ഒന്നും കൂടെ നന്നായി ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചുവന്നുള്ളി ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ബ്രൗണിഷ് കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റാം. അതിലേക്ക് എന്നിട്ട് ചോറും കൂടെ ആഡ് ചെയ്ത് ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ ഉള്ളിച്ചോറ് അവിടെ റെഡിയാകും. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് കറികളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ നമ്മൾ 2 പപ്പടം കാച്ചി വെക്കുന്നുണ്ട്, എങ്കിലും ടേസ്റ്റാണ്. വളരെ നല്ലൊരു റെസിപ്പിയാണ്. അതുപോലെ ഇതൊരു ഹെൽത്തി ഫുഡും കൂടിയാണ്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവരുണ്ടെങ്കിൽ എന്തായാലും തയ്യാറാക്കി നോക്കണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യണേ.